Good morning. We will start chemistry. So, chemistry is 6th chapter start chemical changes. Okay. So, chemical changes chapter object first portion physical change chemical change identify water ice change okay. Physical change. Now, we will chemical change. Physical change and chemical change. Okay, we will thermoreactions endothermic, exothermic, photochemical reaction. Reaction to different type of cells in the last so, we first identify the reaction. That's physical reaction or chemical reaction. Physical change or chemical change. So, we just know. Figure 6.1 figure. Figure and after figure figure മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ കത്തിക്കുന്നു. ഇതിൽ കത്തിച്ച് ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് കുറച്ച് അതേപോലെ തന്നെ എന്താണ് കുറച്ച് ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ നോക്കാം. ഫസ്റ്റ് വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. ഇപ്പൊ എല്ലാവർക്കും അറിയാം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നീരാവിയായിട്ട് മാറും അല്ലെ. നമ്മൾ കുറെ നേരം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം നീരാവിയെ പാത്രം പറ്റി കത്തുപിടിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. അമ്മമാരൊക്കെ പറ്റിയിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും അടുപ്പത്ത് വെച്ചുകൊണ്ട് മറന്നു പോകും നമ്മള്. ഇപ്പൊ മറന്നുപോയി കഴിഞ്ഞാൽ സംഭവിക്കും ഈ വെള്ളം മൊത്തം വാട്ടർ വേപ്പറായിട്ട് നീരാവിയായിട്ട് തിരിയും. അപ്പൊ വെള്ളം പറ്റി പാത്രം കത്തുപിടിക്കും. അപ്പൊ വെള്ളം പറ്റണമെങ്കിൽ സംഭവിക്കുക ഈ വെള്ളം മൊത്തം നീരാവിയായിട്ട് കൺവേർട്ട് ചെയ്ത് വെള്ളം പറ്റിപ്പോയി പാത്രം കത്തുപിടിക്കും. ഓക്കെ, അപ്പൊ അമ്മമാരുടെ ചോദിച്ചാൽ അമ്മമാര് പറഞ്ഞിരിക്കും ആരെങ്കിലും ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് ആണ്? വെള്ളം നീരാവിയായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് ആണ് നടന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, അവിടെ നടന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ ബേണിംഗ് ഓഫ് ഫുഡ്. വിറക് കത്തിക്കൽ. അപ്പൊ വിറക് ചാരായിട്ട് മാറി അല്ലെ. വിറക് ചാരായിട്ട് മാറി. അപ്പൊ അവിടെ നടന്ന ചേഞ്ച് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഒരു ഇൻസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു വേറൊരു വസ്തുവിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ വസ്തുവിനെ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ വെള്ളം നീരാവിയായിട്ട് പോയി അല്ലെ. വെള്ളം നീരാവിയായിട്ട് പോയി. ഈ നീരാവിനെ തിരിച്ച് നീരാവി കൂൾ ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നു വെള്ളമായിട്ട് തിരിച്ച് വരും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് ഒരു വസ്തുവിനെ അതേപോലെ തന്നെ വെള്ളം ഐസായിട്ട് മാറും. നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം? ഈ ഐസിനെ വെള്ളമാക്കി മാറ്റാൻ വെള്ളം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഐസ് വെള്ളമായി മാറും. അപ്പൊ ടെമ്പററി ആയിട്ടൊരു ചേഞ്ച് ആണ് നടക്കുന്നത്. ജസ്റ്റ് ആ മോളിക്യൂൾസ് ഒന്ന് മാറി അറേഞ്ച് ചെയ്യുന്നത് മാത്രം. ഒരു പുതിയ വസ്തു അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ. പുതിയ വസ്തു ഉണ്ടാവുമോ? പുതിയ വസ്തു ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള ചേഞ്ചുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, ഫിസിക്കലായിട്ട് രൂപത്തിന് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. കെമിക്കലായിട്ട് പുതിയ വസ്തുക്കളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്ക് വിറക് കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കാം? വിറക് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ചാരാണ് കിട്ടുന്നത്. ആ ചാരത്തിൽ നിന്ന് വീണ്ടും നമുക്ക് വിറക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അവിടെ നടന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. വിറക് കത്തിച്ച് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ചാരം നമുക്ക് കിട്ടി. ചാർക്കോള് കാർബൺ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അവിടെ നടന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി അടുത്ത എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെ. ഈ ഇരുമ്പ് തുരുമ്പ് പൊടിക്കുക അല്ലെ. ഇരുമ്പ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ തുരുമ്പ് നമുക്ക് അറിയാൻ പറ്റും. ഇരുമ്പിന്റെ വസ്തുക്കളൊക്കെ എന്താണ് വെണ്ണാരകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും ഇരുമ്പിന്റെ ഇതൊക്കെ തുരുമ്പ് പഴയ വണ്ടികളൊക്കെ തുരുമ്പ് പിടിച്ച് പോകുന്നത് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് ആയിരിക്കും നടത്താൻ? അവിടെ കെമിക്കൽ ചേഞ്ച് ആണ് നടത്തുന്നത്. കാരണം എന്താ? ഒരു പുതിയ വസ്തു അവിടെ ഉണ്ടായി. തുരുമ്പ് എന്ന് പറഞ്ഞ പുതിയ വസ്തു അവിടെ രൂപപ്പെട്ടു അല്ലെ. അപ്പൊ അത് നടന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഞാൻ അടുത്ത് എന്താ? മെൽറ്റിംഗ് ഓഫ് ഫാക്സ്. മെഴുക് ഉരുകുന്നത്. ഓക്കെ, എന്ത് സംഭവിക്കുക? അത് കെമിക്കൽ ചേഞ്ച് ആണോ ഫിസിക്കൽ ചേഞ്ച് ആണോ? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. കാരണം എന്താ? മെഴുക് ഉരുകുന്നു അല്ലെ. ഈ ഉരുകിയ മെഴുകിനെ വീണ്ടും നമുക്ക് മെഴുകുതിരിയാക്കാൻ പറ്റില്ലേ അല്ലെ. വേറൊരു പുതിയ വസ്തു എല്ലാം ഉണ്ടായത് ഈ ഉരുകിയ മെഴുകിനെ തന്നെ നമുക്ക് വീണ്ടും മെഴുകുതിരിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മള് ഈ ഉരുകിയ ഈ പള്ളികളിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ് വലിയ ഈ മെഴുകൊക്കെ വലിയ ഡപ്പയില് ശേഖരിക്കുന്നത് അല്ലെ. എന്താ ഇവര് കമ്പനിക്കാർക്ക് കൊടുത്ത് വീണ്ടും ആ മെഴുകി തന്നെയാണ് നമുക്ക് വീണ്ടും പുതിയ മെഴുകുതിരി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും പുതിയ മെഴുകുതിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അവിടെ നടക്കുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണ്.
ഇനി എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ്, പടക്കം പൊട്ടിക്കുക. ഇനി പടക്കം കൂട്ടോ എന്ത് സാധനം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നിങ്ങൾ പെരുന്നാളിനൊക്കെ പോയിട്ട് കാണുന്നവരെ അങ്ങനെയുള്ള സാധനങ്ങൾ ക്രാക്കേഴ്സിന്റെ പൊട്ടിക്കൽ, ഇനി എക്സ്പ്ലോഷൻ. എന്താണ് പറയാ, എന്ത് ചേഞ്ച് ആയിക്കാണെന്ന് നടക്കാം, അത് കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ. പടക്കത്തിന്റെ അത് സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലെ. ആ വസ്തു പിന്നെ ആ സൗണ്ടിൽ നിന്ന് നമുക്ക് വീണ്ടും പടക്കം ഉണ്ടാക്കാൻ പറ്റും ഇല്ല. അത് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്ത് മാറി, അതിലെ ഇത് പടക്കത്തിന്റെ ഇത് സൗണ്ട് ആയിട്ട് മാറും അല്ലെ. അപ്പൊ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അതുപോലെ കട്ടിങ് ഓഫ് ഫുഡ്, കട്ടിങ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് നമുക്കൊരു കെമിക്കൽ ചേഞ്ച് ആയിട്ട് പറയാം. കാരണം എന്താണ്, നമുക്ക് മരം മുറിച്ച് കഴിഞ്ഞ് ഈ ആക്സിബിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കാര്യം എന്താണ്, മരം മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ മുറിച്ച കഷ്ണത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, മുറിച്ച കഷ്ണം കൂട്ടിച്ച മരം ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ മരത്തിന് പകരം വേറൊരു മരം നടാന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളത് കെമിക്കൽ ചേഞ്ച് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ചിലരത് ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് പറയും. കാരണം ഇത് രണ്ടിലും എടുക്കുന്ന രീതിക്ക് അനുസരിച്ച് നമുക്ക് കെമിക്കൽ ചേഞ്ചോ ഫിസിക്കൽ ചേഞ്ചോ ഒന്ന് അയക്കാം. ഓക്കെ, ഇപ്പൊ രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് ആക്സിബിളാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പൊ മരം മുറിച്ച് എന്താണ് ആ മുറിച്ച മരത്തിന്മേൽ തന്നെ വേറെ ഉണ്ടാക്കാൻ പറ്റില്ല മരം അല്ലെ. അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അതൊരു വേറെ എന്താണ്, ഈ മരം വുഡായിട്ട് മാറും അല്ലെ. എന്താ ഫിസിക്കൽ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ മുറിച്ച മരത്തിന് പകരം പുതിയൊരു മരം നടേണ്ടി വരും. കെമിക്കൽ ചേഞ്ച് ആയിട്ട് എടുക്കാൻ മതി. ഓക്കെ, തിങ്ക് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ടൈപ്സ് ഓഫ് ചേഞ്ചസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പൊ നിങ്ങൾ ആ ടേബിളിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഫിസിക്കൽ ചേഞ്ചുകളൊക്കെ ഒരെണ്ണത്തിലും കെമിക്കൽ ചേഞ്ചുകളൊക്കെ ഒരെണ്ണത്തിലും എഴുതാം. എന്നിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാം. തിരുത്തരത്തി ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തു. അപ്പൊ ഫിസിക്കൽ അറേഞ്ച്മെന്റിലൊക്കെ എന്താ സംഭവിക്കും, ഫിസിക്കൽ ചേഞ്ചസിലൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. only the arrangement of molecules within the substance changes. എന്താണ്, ഇപ്പൊ വെള്ളം അല്ലെ, വെള്ളം ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ മോളിക്യൂളില് എന്തായിരിക്കും, കുറച്ച് അകന്നായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റ് നമ്മൾ പഠിച്ചു. പക്ഷെ വെള്ളം ഐസ് ആവുമ്പോൾ സംഭവിക്കും, വെള്ളം കട്ടിയായി. അപ്പൊ മോളിക്യൂൾസ് എന്താ കുറച്ചും കൂടി അടുത്ത് വരും. ജസ്റ്റ് ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് മാത്രമാണ് ഫിസിക്കൽ ചേഞ്ചിൽ നടക്കുന്നുള്ളൂ. കാരണം പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണല്ലോ. പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് മാത്രമാണ് ഈ നമ്മുടെ ഫിസിക്കൽ ചേഞ്ചിൽ സംഭവിക്കുന്നുള്ളൂ. വെള്ളം വേപ്പറായി മാറുന്നു. വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിലായ വെള്ളത്തിന്റെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും, ലിക്വിഡ് സ്റ്റേറ്റില് നമുക്ക് പറഞ്ഞ മോളിക്യൂൾസ് എന്താണ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എന്താണ് നമ്മുടെ വാട്ടർ ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ എന്തോരും ഈ മോളിക്യൂൾസ് കുറച്ചുകൂടി സ്പേസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ വെള്ളം ഐസ് ആവാണെന്നുണ്ടെങ്കിൽ വാട്ടർ എങ്ങനെയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് അത് ഐസ് ആവാണെന്നുണ്ടെങ്കിൽ സോളിഡ് ആയി മാറും അല്ലെ. അപ്പൊ സംഭവം ഈ മോളിക്യൂൾസ് അടുത്തത്. അപ്പൊ ഫിസിക്കൽ ചേഞ്ചില് ഈ മോളിക്യൂൾസിന്റെ റീഅറേഞ്ച്മെന്റ് ആണ്. അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മോളിക്യൂൾസ് അറേഞ്ച്മെന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് അത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് വിത്തിൻ ദ സബ്സ്റ്റൻസ് ചേഞ്ചസ്. ശരിക്കും വെള്ളം തന്നെയാണ് വേപ്പറും ഐസുമായിട്ട് മാറുന്നത് അല്ലെ. എന്താ വ്യത്യാസം വരാം, ഇവിടെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ ചെറിയൊരു വ്യത്യാസം വരും. ഓക്കെ, അത് ഫിസിക്കൽ ചേഞ്ച് കേട്ടോ. ദിസ് ഈസ് എ ടെമ്പററി ചേഞ്ച്, ഒരു താൽക്കാലികമായ ചേഞ്ച് ആണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ടെമ്പററി ചേഞ്ച് നമുക്ക് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരാൻ പറ്റും. ഈ ഗ്യാസ് ആയ വെള്ളത്തിന് തിരിച്ചു വാട്ടർ ആയിട്ട് വരാൻ പാടില്ലേ, അതേപോലെ തന്നെ ഈ ഐസ് ആയ വെള്ളത്തിന് തിരിച്ചും വെള്ളമായിട്ട് വരാൻ പറ്റും. അപ്പൊ അത് പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റും. അതാണ് ടെമ്പററി ചേഞ്ച് എന്ന് പറയുന്നത്, താൽക്കാലികമായിട്ടൊരു ചേഞ്ച്. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച്, പക്ഷെ ഇപ്പൊ കെമിക്കൽ ചേഞ്ചിൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. എന്താ നോക്കാം, വാട്ട് സബ്സ്റ്റൻസ് ഗെറ്റ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ടു ന്യൂ സബ്സ്റ്റൻസ്. ഒരു വസ്തു കംപ്ലീറ്റ് ആയിട്ട് വേറൊരു വസ്തുവായിട്ട് രൂപപ്പെടും. ഇപ്പൊ നമ്മൾ വുഡ് മരം കത്തിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ. മരം എന്തായി മാറി, നമ്മൾ കത്തിക്കുന്ന മരം പിന്നെ അത് ചാർക്കോൾ ആയിട്ട് അല്ലെങ്കിൽ കാർബൺ ആയിട്ട് മാറി, ചാരായിട്ട് മാറി അല്ലെ. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് നടന്നത്, അവിടെ കെമിക്കൽ ചേഞ്ച് ആണ്. ആ വുഡ് എന്ന് പറഞ്ഞ വസ്തു മുഴുവനായിട്ട് വേറൊരു വസ്തുവായിട്ട് മാറി. ഓക്കെ, അപ്പൊ അതിന്റെ വുഡിന്റെ പ്രോപ്പർട്ടീസ് ആണോ കരിക്കുള്ളത്, അല്ല. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് തന്നെ മാറും. അപ്പൊ അങ്ങനെ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വസ്തു വേറൊരു പുതിയ വസ്തുവായിട്ട് രൂപപ്പെടുന്നു. ഈ എന്താണ് ഈ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ചേഞ്ച് ആണ്. അങ്ങനെ ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നമുക്ക് ചാരം പഴയ ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. അങ്ങനെ എല്ലാവർക്കും വിറകിന്റെ ആവശ്യം പറ്റില്ല. ചാരം തിരിച്ച് എന്താണ് മരാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അരക്കഷ്ണാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും വിറകിന്റെ ആവശ്യം വരില്ല അല്ലെ. അതായത് വിറക് കത്തി ചാരായി കഴിയുമ്പോൾ ആ ചാരത്തിന് നമുക്ക് ഒന്നും തിരിച്ച് വിറകാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. വിറക് കത്തി ചാരായി കഴിഞ്ഞപ്പോ എന്താണ് പുതിയ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവരുടെ മോളിക്യൂൾസ് എന്തായിരിക്കും, മോളിക്യൂൾസും വെവ്വേറെ ആയിരിക്കും.
വുഡിന്റെ മോളിക്യൂൾസ് ആയിരിക്കില്ലല്ലോ ചാരത്തിന്റെ മോളിക്യൂൾസ് അല്ലെ. അപ്പൊ പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യും. ഓക്കെ, ദിസ് ഈസ് പെർമനന്റ് ചേഞ്ച്. അതൊരു സ്ഥിരമായ ചേഞ്ച് ആണ്. വിറക് കത്തിച്ച് ചാരമായി കഴിഞ്ഞാൽ ചാരം ആ അവസ്ഥയിൽ തന്നെ ഇരിക്കുള്ളൂ, തിരിച്ച് വുഡാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പെർമനന്റ് ചേഞ്ച് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾക്ക് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്? ഡ്യൂറിംഗ് എ ഫിസിക്കൽ ചേഞ്ച്. ഇപ്പൊ ബോക്സ് നിങ്ങളൊന്ന് എഴുതി വെക്കാം. ഓക്കെ, during physical change only a change in the arrangement of molecules occurs. ഞാൻ പറഞ്ഞു ഫിസിക്കൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ ചെറിയ വ്യത്യാസമേ നടക്കുന്നുള്ളൂ. ബട്ട് ഇൻ കെമിക്കൽ ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇതിന്റെ പഴയ പൊസിഷനിലേക്ക് പഴയ രൂപത്തിലേക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വെള്ളം വേപ്പറാവും അല്ലെ. വേപ്പറിന് നമുക്ക് വെള്ളം എളുപ്പമല്ല, ജസ്റ്റ് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വേപ്പറാവും അല്ലെ. സോറി, വേപ്പർ വെള്ളം. ഇനി ഐസ് ആക്കണം എങ്ങനെയാ? ഈ വെള്ളമാണ് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐസായി. ഇനി ഇത് ഹീറ്റ് ചെയ്യും, ഐസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ഈ ഐസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമായിട്ട് മാറും. അപ്പൊ എന്താണ് ഫിസിക്കൽ ചേഞ്ചിൽ നമുക്ക് പഴയ രൂപത്തിലേക്ക് എത്താൻ എളുപ്പത്തിൽ സാധിക്കും. ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോം. പക്ഷെ കെമിക്കൽ ചേഞ്ചിൽ എന്താ സംഭവിക്കുക? പുതിയ മോളിക്യൂൾസ് റീഅറേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്, ആ വസ്തു വേറൊരു വസ്തുവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. അപ്പൊ അവിടെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവാണ് ചെയ്യുന്നത്. ഓക്കെ, but in chemical changes new molecules are formed. Okay, അപ്പൊ നിങ്ങളുടെ ചുറ്റും ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും ഏത് ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ. ജസ്റ്റ് നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയിട്ട് കുറെ ചേഞ്ചസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി അല്ലെ. എന്താണ് ഞാൻ പറഞ്ഞത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിൽ ഒരു വ്യത്യാസം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമുക്ക് സുഖമായിട്ട് അതിന്റെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ വെള്ളത്തിന് നമ്മൾ ഗ്യാസ് ആക്കി മാറ്റി, വേപ്പറാക്കി മാറ്റി, ആ വേപ്പറിനെ തന്നെ നമുക്ക് വാട്ടറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഫിസിക്കൽ ചേഞ്ച് ആണ്, മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റിലാണ് വ്യത്യാസം വരുന്നത് അല്ലെ. പക്ഷെ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു വേറൊരു വസ്തുവായിട്ട് രൂപപ്പെടാണ് ചെയ്യുന്നത്. ഇപ്പൊ വുഡ്, ബേണിംഗ് ഓഫ് വുഡ്, എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് അല്ലെ, പടക്കൊക്കെ പൊട്ടുന്നത്, അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് വുഡ്, റസ്റ്റിംഗ് ഓഫ് അയൺ ഒക്കെ നമുക്ക് പിന്നെ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അവിടെ പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മോളിക്യൂൾസിന്റെ റീഅറേഞ്ച്മെന്റ് എല്ലാം നടക്കുന്നത് പുതിയ വസ്തു ആയതുകൊണ്ട് തന്നെ പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും കാര്യമാണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ പഠിക്കാനുള്ളത്. ഇനി കുറച്ച് എക്സ്പെരിമെന്റ് ആണ് നമുക്ക് നോക്കാം. ഈ കെമിക്കൽ ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിസിക്കൽ ചേഞ്ചിനല്ല നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കെമിക്കൽ ചേഞ്ചിനാണ് നമ്മളോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. Take 2 beakers and fill 3/4 of them with water. Drop a small of sodium in one beaker. Notice the formation of the gas by the vigorous reaction between sodium and water. After the reaction, add 2 drops of phenolphthalein in both beakers. What do you observe? ഇതാണ് പറയുന്നത്. 2 ബീക്കറിൽ വെള്ളം എടുക്കുക. അപ്പൊ എന്ത് ചെയ്യാ? ഈ take 2 beakers and fill 3/4 of them with water. 2 ബീക്കർ എടുക്കുക, അതിന്റെ 3/4 ഭാഗം വെള്ളം കൊണ്ട് നിറയ്ക്കുക. ഓക്കെ, ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് സോഡിയം ഇൻ വൺ ബീക്കർ. ഒരു ബീക്കറിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സോഡിയം ഇടാം. സോഡിയത്തിന്റെ ഒരു കഷ്ണം, സോഡിയത്തിന്റെ സോളിഡ് ഇതാണ്. അപ്പൊ നിങ്ങൾ സോഡിയത്തിന്റെ ഒരു പീസ് ഒരു ബീക്കറിന്റെ വെള്ളത്തിലേക്ക് ഇടും. എന്ത് സംഭവിക്കുന്നു? ഈ സോഡിയത്തിന് എന്താണ് വെള്ളത്തിന് മീതെ കിടന്ന് കത്താനൊരു കഴിവുണ്ട്. ഓക്കെ, സോഡിയം വെള്ളത്തിലേക്ക് ഇടുന്നത് എന്താണ്? വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു കത്തും. ഓക്കെ, അപ്പൊ ഗ്യാസ് ഫോം ചെയ്യും, പുക വരും. ഓക്കെ, എന്താ സംഭവിച്ചു? നോട്ടീസ് ദ ഫോർമേഷൻ ഓഫ് ദ ഗ്യാസ് ബൈ ദ വിഗറസ് റിയാക്ഷൻ ബിറ്റ്വീൻ ദ സോഡിയം ആൻഡ് വാട്ടർ. സോഡിയം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സോഡിയം വെള്ളത്തിന്റെ മേലെ കിടന്ന് കത്തി എന്താ ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതാണ് വിഗറസ് റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ആൻഡ് വാട്ടർ എന്ന് പറയുന്നത്. അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്തല്ലോ. എന്ത് സംഭവിച്ചു? അത് കഴിയുമ്പോ ആഫ്റ്റർ ദ റിയാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ എന്ത് ചെയ്യാ? ഫിനോഫ്തലിൻ ഒരു നമ്മളെ ഇൻഡിക്കേറ്റർ ആണ്. ഒരു സാധനം ആൽക്കലി ആണോ ബേസ് ആണോ, സോറി ആൽക്കലി ആണോ ആസിഡ് ആണോ എന്ന് അറിയാൻ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഒഴിച്ചാണ് ചെയ്യുന്നത്. ഫിനോഫ്തലിന്റെ കളർ പിങ്ക് ആണ്. എന്താണ് നമ്മൾ ഫിനോഫ്തലിൻ ഒഴിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത്? ഈ സൊല്യൂഷൻ കണ്ട സെക്കൻഡ് സൊല്യൂഷൻ എന്തായി മാറി? പിങ്ക് ആയിട്ട് മാറി. ഓക്കെ, മറ്റേ സൊല്യൂഷനിൽ സോറി ഫിനോഫ്തലിൻ ഒഴിച്ച് കഴിയുമ്പോൾ ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ആയിട്ട് മാറും. ഓക്കെ, ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അതൊരു ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ കളർ പിങ്ക് ആയിട്ട് മാറും. പക്ഷെ മുകളിലെ ബീക്കറിൽ എന്ത് സംഭവിക്കുന്നത്? മുകളിലെ ബീക്കർ വെള്ളം മാത്രമാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ സോഡിയം വെള്ളം തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ എന്തായി മാറി? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. അപ്പൊ അത് ആൽക്കലി ആയിട്ട് ഫോം ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഫിനോഫ്തലിൻ ആ സോഡിയം ഇട്ട ബീക്കറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ കളറ് പിങ്ക് കളറായിട്ട് മാറുന്നു. കാരണം എന്താ? അതൊരു ആൽക്കലി. ഇപ്പൊ വെള്ളമല്ല ബീക്കറിലുള്ളത്, വെള്ളവും സോഡിയം കൂടി റിയാക്ട് ചെയ്തു അല്ലെ. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് അല്ലേ ബീക്കറിലുള്ളത്. അതുകൊണ്ടാണ് ആ ബീക്കറിൽ നമ്മൾ ഫിനോഫ്തലിൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒരു വസ്തു
ഏത് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഒഴിക്കുന്ന ഡ്രോപ്പാണ്. ഡ്രോപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ അത് പിങ്ക് കളറിൽ ആ ബീക്കറിൽ വെള്ളം കൺവേർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, കേട്ടോ. ഫസ്റ്റ് ബീക്കറിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. സെക്കൻഡ് ബീക്കറിൽ വെള്ളം നോഫത്തിൽ ഒഴിച്ച് കഴിയുമ്പോൾ വാട്ടർ പിങ്ക് കളറായിട്ട് മാറി. കാരണം എന്താ, അതൊരു ആൽക്കലിയാണ്. ആൽക്കലിയിലാണ് ഈ പിങ്ക് കളർ ഫോം ചെയ്യുന്നത്. Presence of which substance is indicated by the color change in the beaker to which sodium was added. അപ്പൊ എന്താണ്, ഒരു ആൽക്കലി ആയിട്ട് മാറി. ആൽക്കലിയുടെ പ്രസൻസ് ആണ് ഫിനോഫ്തിലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് കളറായിട്ട് മാറും. ആൽക്കലി അല്ലെങ്കിൽ അത് കളറിന് വ്യത്യാസം വരില്ല. ആൽക്കലി ആയതുകൊണ്ടാണ് അവിടെ ആ സെക്കൻഡ് ബീക്കർ, സോഡിയം ഇട്ട ബീക്കർ പിങ്ക് കളറായിട്ട് മാറിയത്. The alkali form, അതെന്റെ ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. The alkali formed by the reaction of sodium with water is sodium hydroxide. അപ്പൊ സോഡിയം വെള്ളം സോഡിയം തമ്മിൽ റിയാക്ട് ചെയ്തു അല്ലെ. നമ്മൾ സോഡിയത്തിലേക്ക് വെള്ളം ഇട്ടപ്പോൾ എന്താണ് റിയാക്ഷൻ നടന്നില്ലേ? റിയാക്ഷൻ നടന്നു. കാരണം എന്താ, അത് സോഡിയത്തിന് വെള്ളത്തിന്റെ മീതെ കിടന്ന് കത്താനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ സോഡിയത്തിന്റെ സിമ്പൽ എന്താണെന്ന് പഠിച്ചു, എണ്ണയാണെന്ന് പഠിച്ചു. Na പ്ലസ് വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2O. അപ്പൊ സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. ഇതാണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ നെയിം. Na സിമ്പിൾ എഴുതിയിരിക്കുന്നത് NaOH. ഓക്കെ, സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുകൂടാതെ തന്നെ എന്തുണ്ടാവും? അതുകൂടാതെ തന്നെ ഒരു ഹൈഡ്രജൻ ഗ്യാസും ഒരു ഫോം ചെയ്യും. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഗ്യാസ് പോകുന്നു പറഞ്ഞല്ലേ. ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഈ പുറത്തേക്ക് പോകുന്നത്. The alkali formed by the reaction of sodium with water is sodium hydroxide. Metal like sodium and potassium react vigorously with water to form hydrogen gas and corresponding alkali. എന്താണ്, സോഡിയം പൊട്ടാസ്യം പോലുള്ള മെറ്റൽസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ആൽക്കലി ഫോം ചെയ്യും. അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ സോഡിയം ആയതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ആണെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ രണ്ടും എന്ത് ചെയ്യുന്ന പറയാം, സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കലി ഉണ്ടാക്കാൻ ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വിടുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഗ്യാസ് H2 ഹൈഡ്രജൻ ഗ്യാസും പുറത്തേക്ക് വന്നത്. പിന്നെ റിയാക്ടൻസ് ഏതാണ്, പ്രൊഡക്ട്സ് ഏതാണ്? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. റിയാക്ടൻസും പ്രൊഡക്ട്സും പഠിച്ചു അല്ലെ. അപ്പൊ റിയാക്ടൻസ് ഏതൊക്കെയാണ്? സോഡിയവും വാട്ടർ ആണ് റിയാക്ടൻസ് അല്ലെ. സോഡിയം റിയാക്ടൻസ് എന്ന് പറയുന്നത് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അല്ലെ. സോഡിയവും വാട്ടർ ആണ് റിയാക്ടൻസ്. പ്രൊഡക്ട്സ് ഇതിന്റെ വെള്ളവും സോഡിയം നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്, നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും, ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, അപ്പൊ റിയാക്ടൻസും പ്രൊഡക്ട്സും നമ്മൾ ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള റിയാക്ടൻസ്, റൈറ്റ് സൈഡിലുള്ളത് പ്രൊഡക്ട്സ്. Write down the balanced chemical equation of this reaction. ഈ റിയാക്ഷന്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കാം. ഇതാണ് റിയാക്ടൻസ് അല്ലെ. റിയാക്ഷനിൽ പങ്കെടുക്കുന്നവരെ റിയാക്ടൻസ് എന്ന് വിളിക്കും. നമുക്ക് എൻഡിൽ കിട്ടുന്നവരെ നമ്മൾ പ്രൊഡക്ട്സ് എന്ന് വിളിക്കും. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതുപോലെ ബാലൻസിങ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? ആദ്യം നമ്മളുടെ ആരുടെ പങ്കെടുക്കുന്നുണ്ട്? Na, സോഡിയം പങ്കെടുക്കുന്നുണ്ട്, ഹൈഡ്രജൻ പങ്കെടുക്കുന്നുണ്ട്, ഓക്സിജൻ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഒരു ഓക്സിജൻ, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ആറ്റം അല്ലെ. ആറ്റം മോളിക്യൂൾ നമ്മൾ കാണാൻ പഠിച്ചായിരുന്നു മെയ് ക്ലാസ്സിൽ അല്ലെ, കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇവിടെ ആരൊക്കെ തന്നെയാണ്? Na ഉണ്ട്, സോഡിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഓർഡർ തന്നെ ഇല്ല, ഹൈഡ്രജനും ഓക്സിജൻ. ഓക്കെ, H2O വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ആരൊക്കെ ഉള്ളതെന്നാണ് നമ്മൾ എഴുതുന്നത്? ഹൈഡ്രജനും ഓക്സിജൻ. H2O രണ്ടും സെപ്പറേറ്റ് അല്ല. പക്ഷെ Na നമുക്ക് മാറ്റിയിട്ടാൽ പറ്റില്ല. കാരണം Na എന്ന് പറയുന്നത് സോഡിയം ആണ്. ഓക്കെ, H എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, O എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. Na എന്ന് പറയുന്നത് N ഒരു വസ്തു, A ഒരു വസ്തു അല്ല, ഒറ്റയ്ക്കാണ് സോഡിയം അല്ലെ. അപ്പൊ എത്ര സോഡിയം ഉണ്ട്? ഇത് ഒരു സോഡിയം ഉണ്ട് അല്ലെ. ഇത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? രണ്ട് ഹൈഡ്രജൻ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ഒരു ഓക്സിജൻ ആറ്റം അല്ലെ. ഒരു സോഡിയം ആറ്റം, ഒരു രണ്ട് ഹൈഡ്രജൻ. H2 എന്നാണ്, അതുകൊണ്ടാണ് രണ്ട് ഹൈഡ്രജൻ വന്നത്. ഓക്സിജൻ ഒന്ന്
അല്ലെ? നമ്മൾ പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്കാം. എത്ര സോഡിയം ഉണ്ട്? സോഡിയം 1, ഹൈഡ്രജൻ എത്ര ഉണ്ട്? ഇവിടെ 1, ഇവിടെ 2 അല്ലെ? മൊത്തം 2 + 1 ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലെ? 1 + 2 എന്താ? മൊത്തം 3 ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ 1 ഉള്ളൂ. അപ്പൊ എവിടെ വ്യത്യാസം വന്നു? കണ്ടാ, ഇവിടെ ഹൈഡ്രജൻ 2 ഉള്ളൂ, ഇവിടെ ഹൈഡ്രജൻ 3 ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹൈഡ്രജൻ എണ്ണത്തിൽ മാറ്റം പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് കുറവ് ഇവിടെയാണ് അല്ലെ? കുറവ് ഇവിടെയാണ്. നമുക്ക് ഇവിടെ 3 ആക്കാൻ എന്തായാലും പറ്റില്ല. കാരണം എന്താ? 1 നമുക്ക് 3 ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഓഡ് നമ്പേഴ്സ് എന്താ? H2 ആണ്. നമുക്ക് ഈവൻ നമ്പർ ആക്കാനേ പറ്റുള്ളൂ. 2, 4, 6 അങ്ങനെ ആക്കാനേ പറ്റുള്ളൂ. കാരണം എന്താ? 1 × 2 2 ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ 2 × 2 4 ആവും അല്ലെ? നമുക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓഡ് നമ്പർ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനടുത്തുള്ള ഈവൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. 3 ഒരിക്കലും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം നമുക്ക് മുമ്പിൽ ഒരു നമ്പർ ഇട്ടെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ നമ്പർ തന്നെ 1 ഇട്ടെടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കും 1 × 2 2 ആണ്. ഇനി അടുത്ത നമുക്ക് 2 ഇട്ടെടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ 2 × 2 എന്ന് പറയുമ്പോൾ എന്താവും? 4 ആവും, 3 ആവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 4 ആക്കാം, അണ്ട് അവിടെ 4 ആക്കാം. അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇത് എഴുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 2 ഇട്ട് കൊടുക്കും. അപ്പൊ ഞാനത് മാറ്റിയാണ്ടാവും. നിങ്ങൾ ഇത് എഴുതിയിട്ട് വേണം ഈ സ്റ്റെപ്പ് എഴുതാനായിട്ട് കേട്ടോ. എനിക്ക് എല്ലാവരും കൂടി യൂണിറ്റ് ബോർഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സോഡിയം ഉണ്ട്. സോഡിയം 1 എത്ര ഹൈഡ്രജൻ ആയിട്ട് മാറി? ഹൈഡ്രജൻ എത്രയായിട്ട് മാറി? 2 × 2 4 ഹൈഡ്രജൻ ആയിട്ട് മാറി. ഓർക്കുന്നില്ലേ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2. അപ്പൊ 2 × 2 4. ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയായി മാറി? ഓക്സിജനും 2 ആയിട്ട് മാറി. ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് എന്തെപ്പോഴും ഞാൻ പറഞ്ഞു, ഈ 2 എന്ന് പറയുന്നത് ഈ മുമ്പിൽ ഇതിനെ വലിയ 2 ഹൈഡ്രജനും ഉള്ളതാണ്, ഓക്സിജനും ഉള്ളതാണ്. ഓക്കെ, അപ്പൊ രണ്ടിലും ഈ 2ന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്സിജനും 2 ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഹൈഡ്രജൻ നമുക്ക് 4 ആക്കാൻ പോകട്ടോ. ഹൈഡ്രജൻ നമുക്ക് 4 ആക്കാം അല്ലെ? അപ്പൊ ഹൈഡ്രജൻ 4 ആകാനുള്ള ഓൾറെഡി എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഒരു ഹൈഡ്രജൻ പ്ലസ് ഒരു ഹൈഡ്രജൻ പ്ലസ് 3 ഹൈഡ്രജൻ. ഹൈഡ്രജൻ 4 ആക്കണം. അതേപോലെ നമുക്ക് ഓക്സിജനെ 2 ആക്കണം. അതല്ല ചെയ്യേണ്ടത്. ഹൈഡ്രജൻ 3ഉം ഓക്സിജൻ 1ഉം ആണ്. ഹൈഡ്രജൻ 4 ആക്കണം, ഓക്സിജൻ 2 ആക്കണം അല്ലെ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹൈഡ്രജനെ 4 ആക്കണം, ഓക്സിജൻ 2 ആക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ 2 ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 2 ഇട്ട് കൊടുക്കണം. അപ്പൊ ഹൈഡ്രജൻ 4 ആവും. നോക്കിയേ, 2 ഓക്സിജൻ, അതേപോലെ ഹൈഡ്രജൻ എടുത്ത് തന്നു 2 ഹൈഡ്രജൻ പ്ലസ് 2 ഹൈഡ്രജൻ കേട്ടോ. അപ്പൊ 4 ഹൈഡ്രജൻ ആയി. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ ഒറ്റ സ്റ്റെപ്പില് എന്തായി? 4 ശരിയാക്കാൻ പറ്റി. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഈ 2 മുമ്പിലിട്ട് സംഭവിക്കും. N എത്ര കൊണ്ട് നോക്കാം? N എത്രയായി മാറും? N 2 ആയിട്ട് മാറും. ഓക്സിജൻ എത്രയായിട്ട് മാറും? ഓക്സിജൻ 2 ആയിട്ട് മാറും. ഹൈഡ്രജൻ എത്രയായിട്ട് മാറും? ഇത് മുമ്പിലെ 2 വരുന്നുണ്ടെങ്കിൽ ഇത് NAക്കും Oനും Hനും ഉള്ള 2 ആണ്. 3 2 ബാധകമാണ്. ഓക്കെ, അപ്പൊ Na 2 ആവും, ഓക്സിജൻ 2 ആവും, ഇവിടെ ഹൈഡ്രജൻ 2 ആവും അല്ലെ? 2H ഹൈഡ്രജൻ 2 ആവും ഫസ്റ്റില്. പിന്നെ പ്ലസ് എന്താണ്? ഇവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്. അപ്പൊ എത്രയായി മാറി? 4 ആയി മാറി അല്ലെ? അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും നമ്മള് ശരിയാക്കി. പക്ഷെ ഇവിടെ എന്താണ്? സോഡിയത്തിന് 2 വന്നു അല്ലെ? സോഡിയത്തിന് 2 വന്നു. ഇവിടെ സോഡിയത്തിന് 1 ഉള്ളൂ. നമ്മൾ ഇവിടെ സോഡിയം 2 ആക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവിടെയാണ് നടത്തുന്നത്. ഇവിടെ 1 നമുക്ക് 2 ആക്കും. 2 ആക്കണമെങ്കിൽ ചെയ്താൽ മതി. മുമ്പിലൊരു 2 കൊടുക്കാൻ പോലെ. ഓക്കെ, മുമ്പിലൊരു 2 കൊടുക്കാൻ സംഭവിക്കുന്നു. ഈ 1 മാറി ഇവിടെ എന്തായി മാറും? 2 ആയിട്ട് മാറും. 2 Na 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ. ബാക്കി അവിടെ വ്യത്യാസം വരുത്തില്ല. ഓക്കെ, 2 2 4 4 2 2 ഉണ്ട്. അപ്പൊ ബാലൻസ്ഡ് ഫോമിൽ. അപ്പൊ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ നോട്ടില് ഞാൻ പറയുന്നത് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാണ്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യുന്ന മാറി ഓരോ സ്റ്റെപ്പ് ആയിട്ട് താഴെ ചെയ്യാം. ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റി ചെയ്യുന്നത്. അപ്പൊ ഓരോന്ന് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്ത മാതിരി തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സെക്ഷൻ കൂടെ ഉണ്ട് അല്ലെ? ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് അതുകൊണ്ട് നിർത്താം. ഓക്കെ, നമ്മൾ പഠിച്ച ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും പഠിച്ചു. ഈ ഒരു എന്താണ്? ആൽക്കലിയില് എന്താണ്? സോഡിയം വെള്ളവും ഈ ഒരു മെറ്റലും സോഡിയം വെള്ളവും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം അതുപോലെ പൊട്ടാസ്യം ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വിഗ്രസ്ലി റിയാക്ട് ചെയ്യും. അതിന് വെള്ളത്തിന് മീതൊക്കെ നമ്മൾ കത്തും. റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ആൽക്കലി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ആൽക്കലി ആണെന്ന് നമ്മൾ അറിയണം എങ്ങനെയാ? ഒരു ഫിനോക്സിൻ ഇൻഡിക്കേറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ അത് പിങ്ക് കളറായിട്ട് മാറും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആൽക്കലി ആയോന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൽക്കലി ആയെന്ന് പറയാൻ വേണ്ടി ഫിനോക്സിൻ 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മൊത്തം പിങ്ക് കളറായിട്ട് മാറും. ആൽക്കലി അല്ലെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് റിയാക്റ്റൻസും പ്രൊഡക്റ്റും കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ
കണ്ടു എന്ന് മാത്രം. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.